ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് SSLC മലയാളം എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. എങ്ങനെയാണ് മലയാളം എക്സാമിനെ കൃത്യമായ രീതിയിൽ ടാക്കിൾ ചെയ്തുകൊണ്ട് A+ നേടാം അല്ലെങ്കിൽ ഫുൾ മാർക്ക് നേടാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിലൂടെ പറയുന്നത്. കൃത്യമായിട്ടുള്ള എല്ലാ ടിപ്സ് ആൻഡ് ട്രിക്സും ഞാൻ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അതുപോലെ തന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ എങ്ങനെയൊക്കെയാണ് പഠിച്ചത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ അഫ്കോഴ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയാണ് എനിക്ക് നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുക. ഓക്കെ, പിന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇതൊക്കെ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കണ്ടു നോക്കുക. എങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത്, എങ്ങനെയൊക്കെയാണ് എനിക്കതിൽ A+ സ്കോർ ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് എന്നുള്ള കാര്യം ഞാൻ അതിൽ പറയുന്നുണ്ട്. ഒരു ബോണസ് ടിപ്പ് കൂടി ഞാൻ പറയുന്നുണ്ട്, അതും കൂടി ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മലയാളത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണ്. ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ പലവർക്കും വളരെ ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും മലയാളം. എന്നാൽ പോലും നമുക്ക് പാഠങ്ങളൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നോട്ട്സൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും, അത് കിട്ടുന്നുണ്ട് തോന്നും. പക്ഷേ എക്സാം ഹാളിൽ എത്തുന്ന സമയത്ത് ഈ 4 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നിർത്താതെ എഴുതിക്കൊണ്ടിരിക്കും. നമ്മളൊക്കെ എവിടെയാണ് നിർത്തേണ്ടത് എന്നുള്ളൊരു കാര്യം നമുക്ക് പിടികിട്ടില്ല. അപ്പോൾ ഒരു അറ്റം എത്തണ വരെ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കും. അവസാനം അതൊരു 1.5 പേജ് വരെ ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എത്തും. അപ്പോൾ തന്നെ നമ്മുടെ കുറേ സമയം പോയി കിട്ടും. അങ്ങനെ വരുമ്പോൾ സമയത്ത് നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് എന്നുള്ള കാര്യം തന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ ഈ ടൈം മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ ലാംഗ്വേജ് സബ്ജക്റ്റിൻ്റെ എക്സാം വളരെ, അതുപോലെ തന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ എത്രത്തോളം എഴുതണം, എങ്ങനെ എഴുതണം, 6 മാർക്കിൻ്റെ എത്രത്തോളം എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് നോക്കാം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളാണ് ആദ്യം തന്നിരിക്കുന്നത്. അതിൽ 1 വേർഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. കൂടുതലും മൾട്ടിപ്പിൾ ചോയ്സ് അഥവാ ടിക്ക് ചെയ്ത് പോകുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി ഉത്തരം തന്നിരിക്കുന്നതിൽ നിന്ന് എഴുതിയെടുക്കുക എന്ന് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. കൂടുതലും അങ്ങനത്തെ ചോദ്യങ്ങളാണ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്ക് സമയം ഒന്നും ഇതിൽ കൊടുക്കേണ്ട. ഞാനിപ്പോൾ ഒരു 1 മിനിറ്റ് എന്നൊക്കെ മാക്സിമം കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് 1 മിനിറ്റും വേണ്ട, സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്തി എഴുതാൻ സാധിക്കും. നമുക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ് എക്സാമിന് മുന്നേ. അതുകൊണ്ട് തന്നെ ആ കൂൾ ഓഫ് ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഇതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തിയിരിക്കണം. അപ്പോൾ തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പിന്നീട് എഴുതി തുടങ്ങുന്ന സമയത്ത് പിന്നെ നമുക്ക് ആശങ്കയോടെ നോക്കി കാണേണ്ട ആവശ്യം വരില്ല. അതുകൊണ്ടാണ് 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തി വയ്ക്കുക. പിന്നെ അടുത്തൊരു പോയിന്റ്, ഇവിടെ 4 ക്വസ്റ്റ്യൻ എഴുതേണ്ടുള്ളൂ, അത് ആൻസർ ചെയ്യേണ്ടുള്ളൂ. പക്ഷേ നമ്മൾ 5 ക്വസ്റ്റ്യൻ എഴുതി വയ്ക്കുക. മാക്സിമം നമുക്ക് ഉത്തരം അറിയെങ്കിൽ നമ്മൾ 5 എഴുതുന്നത് വളരെ നല്ലതാണ്. കാരണം ചിലപ്പോൾ നമ്മൾ 4 എഴുതിയിട്ടില്ലെങ്കിൽ അതിൽ വല്ല തെറ്റും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് നമുക്ക് പോകും. ചിലപ്പോൾ നമ്മൾ 5ാമത് എഴുതിയ ഉത്തരം ശരിയാണെങ്കിൽ അതിൻ്റെ മാർക്ക് നമുക്ക് 4 മാർക്ക് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, 2 മാർക്കിൻ്റെ കേസ് ആണെങ്കിൽ പോലും 3 ക്വസ്റ്റ്യനും അറിയാമെങ്കിൽ ആ 3 ക്വസ്റ്റ്യനും എഴുതുക. ഓക്കെ, ഇനി അടുത്തതാണ് 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. എങ്ങനെയാണ് 6 മാർക്കിൻ്റെ ചോദ്യങ്ങളെ നമ്മൾ നേരിടേണ്ടത്? ആദ്യം തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 6 മാർക്കിന് 3 ചോദ്യങ്ങൾ കാണും. അതിൽ 2 മാത്രമാണ് എഴുതേണ്ടത്. അതിൽ 17ാമത്തെ അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത് ആസ്വാദനക്കുറിപ്പായിരിക്കും. നമുക്കറിയാത്തൊരു കവിതയുടെ ലിറിക്സ് തരും, അതിൽ നിന്ന് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. കണ്ടോ, ഇവിടെ പ്രമേയം, പ്രയോഗഭംഗി, ശബ്ദഭംഗി എന്നിവ എല്ലാ കാര്യങ്ങളും ആഡാക്കിയിരിക്കണം. ഭാവം, ഇതിൽ എടുത്ത് കാണിക്കുന്ന എല്ലാ തരത്തിലുള്ള വിശേഷണങ്ങളും നമ്മളിതിൽ ആഡ് ചെയ്തിട്ട് വേണം ഈ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതിന് മുകളിൽ 2 പാഠങ്ങളെ ബേസ് ചെയ്ത് കൊണ്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അതും 2 ഡിഫറെൻറ്റ് പാഠങ്ങളാകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ നമ്മൾ പാഠങ്ങൾ അറിയാമെങ്കിൽ നമ്മൾ ഇതാണ് ആൻസർ ചെയ്യുന്ന ഏറ്റവും നല്ലത്. ഓക്കെ, ഇത് ആൻസർ ചെയ്യാണ്. കാരണം നമുക്കൊന്നും കൂടി അറ്റാച്ച്മെൻറ്റ് കൂടുതലുള്ളത് നമ്മൾ പഠിച്ച പാഠങ്ങളോടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 15, 16 എന്നുള്ള ഈ ആസ്വാദനക്കുറിപ്പ് ഒഴികെയുള്ള ബാക്കിയുള്ള 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഇനി എത്രത്തോളം എഴുതണം? 6 മാർക്കിൻ്റെ ചോദ്യങ്ങൾ മാക്സിമം നമ്മൾ എഴുതേണ്ടത് 1.5 പേജ് മുതൽ 2 പേജ് വരെ, മാക്സിമം 2 പേജ് എഴുതാം. അതിൽ കൂടുതൽ പോകരുത്. കാരണം അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. നമ്മൾ അറിയുന്ന പോലെ തന്നെ 2 ക്വസ്റ്റ്യൻസ് ആണ് 6 മാർക്കിൻ്റെ എഴുതാനുള്ളത്. അതുകൊണ്ട് തന്നെ 2 ക്വസ്റ്റ്യൻ എഴുതാനുള്ളത് കൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യനും ഇത്ര സമയം എന്ന് വെച്ചിട്ട് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് എഴുതിയിരിക്കണം. എത്രത്തോളം സമയമാണ് ഇതിനെ ലിമിറ്റ് വെക്കേണ്ടത്? ഞാൻ പറയുകയാണെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടിയിട്ട് 15 മിനിറ്റ് മാത്രമാണ് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ 2 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതി തീരുമ്പോഴേക്ക് അരമണിക്കൂർ തീരും. മാക്സിമം ഒരു 35 മിനിറ്റ്, അത്രയും കൂടുതൽ പോകരുത്. കാരണം നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ട്. 4 മാർക്കിൻ്റെ എഴുതാനുണ്ട്, 2 മാർക്കിൻ്റെ ഒക്കെ എഴുതാനുണ്ട്. അതുകൊണ്ട് തന്നെ 4 മാർക്കിൻ്റെ തന്നെ കുറേ എഴുതാനുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് ഇത്രയും സമയം കൊടുക്കാൻ പാടുള്ളൂ, അരമണിക്കൂർ. അങ്ങനെ ഇവിടെ പോയി അല്ലെങ്കിൽ ഒരു മാക്സിമം പോയൊരു 40 മിനിറ്റ്, ഓക്കെ, അത്രേ പോകാൻ പാടുള്ളൂ. അതിനുള്ളിൽ നമ്മൾ എഴുതാൻ പറ്റിയിരിക്കണം.
എഴുതാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് നോട്ട്സൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോയിരിക്കണം. ഇനി പലവർക്കുള്ള സംശയമായിരിക്കും എങ്ങനെയാണ് കൃത്യമായിട്ട് ഈ ഒരു മലയാളം പഠിക്കുക. അതുകൂടി ഞാൻ പറഞ്ഞുതരാം. മലയാളം പഠിക്കേണ്ട ഞാൻ പഠിച്ച രീതി എനിക്ക് നല്ല ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാഠം എടുക്കുക, അതിനെ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ എന്താണ് കഥ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി അഥവാ ടെക്സ്റ്റ് റീഡ് ചെയ്യാനുള്ള സമയമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്കൂളിൽ നിന്ന് കിട്ടിയ നോട്ടോ അല്ലെങ്കിൽ വല്ല മറ്റ് നോട്ട്സ് ഉണ്ടെങ്കിൽ അതിനെ റെഫർ ചെയ്യുക. കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നെ പഠിച്ചു പോവുക, ഓരോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നെ ആയിട്ട് പഠിച്ചു പോവുക. അതുപോലെ തന്നെ അതിൻ്റെ സമ്മറി ഉണ്ടെങ്കിൽ അതുകൂടി നന്നായിട്ടൊന്ന് വായിച്ചു പോവുക. ഓക്കെ, സമ്മറി പഠിക്കണം എന്നില്ല, കാരണം ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ സമ്മറി പിന്നെ നമുക്ക് പഠിക്കേണ്ട ആവശ്യം വരില്ല. സമ്മറി ഒന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കും. ഇനി ഇതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ട് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റും. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, നിങ്ങളുടെ കയ്യിൽ വല്ല ഗൈഡോ ഒറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഗൈഡിനെ റെഫർ ചെയ്യാം. അതിൽ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ചാപ്റ്റർ വൈസ് ആയിട്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റർ എടുക്കുക, അതിൻ്റെ ഗൈഡ് എടുക്കുക, എന്നിട്ട് അതിലുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന അത്രയും PYQs നമ്മൾ എന്ത് ചെയ്യുക, 2-3 വട്ടം വീതം ഓരോ ക്വസ്റ്റ്യന് വീതം വായിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ ഇനി നമുക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്, മലയാളം ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, ഈ വായിക്കുന്നതോടൊപ്പം തന്നെ അത് നമ്മുടെ ഭാഷയിലൊന്ന് നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇതിൽ പറയുന്ന ഇന്ന കാര്യമാണ് എന്ന് നമ്മളെ ഒന്ന് പഠിപ്പിക്കുന്ന പോലെ തന്നെ നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മറന്നു പോവില്ല പറഞ്ഞ പോയിൻറ്റ്സ്. ഇത് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ട്രിക്കാണ്, എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക, വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഇനി എങ്ങനെയാണ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാൻ നോക്കാം. 5 എണ്ണമാണ് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതാൻ വരുന്നുണ്ടാവുക. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു 5 എണ്ണത്തിനെ മാക്സിമം, ഈ ഒരു 5 ക്വസ്റ്റ്യന് നമ്മൾ മാക്സിമം ഒരു 40-45 മിനിറ്റിനുള്ളിൽ എഴുതാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മളൊരു അരമണിക്കൂർ പ്ലസ് ഒരു 40 മിനിറ്റ് അല്ലേ, 30 + 40 70 മിനിറ്റോളം ഇപ്പോൾ കഴിഞ്ഞു. എന്ന് വെച്ചാൽ 1 മണിക്കൂറും 10 മിനിറ്റും. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ആ ഒരു കറക്റ്റ് ടൈമിനുള്ളിൽ ഷാർപ്പായിട്ട് തന്നെ തീരുകയാണെങ്കിൽ 1 മണിക്കൂറും 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തീർന്നു. ഓക്കെ, ഈ എക്സാം 1.5 മണിക്കൂറാണ്, ബാക്കി 20 മിനിറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ഭൂരിഭാഗം കുട്ടികൾക്കും അത്ര ടൈമിനുള്ളിൽ തീരണം എന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു 4 മാർക്കിൻ്റെ സെഷനിൽ 5 ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടി ചിലപ്പോൾ ഒരു 50 മിനിറ്റൊക്കെ എടുത്തേക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് ടൈം കൂട്ടണം. എന്നാൽ പോലും അവസാനം ഒരു 5 മിനിറ്റ് നമ്മൾ ബാക്കി വെച്ചിരിക്കണം. കാരണം നമുക്ക് നോക്കാനുള്ള സമയം വേണമല്ലോ, നമ്മളെല്ലാം എഴുതിയിട്ടില്ലേ, ക്വസ്റ്റ്യൻസൊക്കെ കൃത്യമല്ലേ, ക്വസ്റ്റ്യൻ നമ്പർ ഒന്നും മാറിയിട്ടില്ലല്ലോ, അഡീഷണൽ ഷീറ്റിൻ്റെ നമ്പർ മുന്നിൽ എഴുതിയില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കാനുള്ള സമയം ഒരു 5 മിനിറ്റ് നമ്മൾ ബാക്കി വെച്ചിരിക്കണം. അതിനുള്ളിൽ നമ്മൾ തീർത്തിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂറാണെങ്കിൽ ഒരു 1:20, 1:25, മാക്സിമം 1:25 എക്സാം എഴുതി തീരണം. ഓക്കെ, അപ്പോൾ ഒരു 50 മിനിറ്റ് വീതം ഈ ഒരു 4 മാർക്കിൻ്റെ സെക്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം തീർക്കാൻ പറ്റും. അതേപോലെ തന്നെ പിന്നെ നമുക്ക് ബാക്കി വരുന്നുണ്ടായിരിക്കുക 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത നമ്മൾ എഴുതേണ്ട രീതി എന്ന് പറയുന്നത് മാക്സിമം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് 2 പോയിൻ്റായിട്ട് എഴുതുക. ഓക്കെ, 2 പോയിൻ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കുന്ന ആൾക്ക് നല്ല സിമ്പിളായിട്ട് നോക്കാൻ പറ്റും. അവർക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടായിരിക്കും നിങ്ങളുടെ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ. അതേപോലെ 2 പോയിൻ്റായിട്ട് എഴുതാം. പിന്നെ മാക്സിമം ഒരു 3 സെൻറ്റൻസ് അത്രേ പോകണ്ടുള്ളൂ, അത്രേ വേണ്ടുള്ളൂ. ഓക്കെ, അതിനുള്ള തന്നെ നമ്മൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഒതുക്കുക. ബ്രീഫായിട്ട് എഴുതുക. പക്ഷേ അതിൽ ആ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ ഷാർപ്പായിട്ട് തന്നെ ഒരു പോയിൻ്റ് അതിലുണ്ടായിരിക്കണം. എന്നാൽ ബ്രീഫായിരിക്കണം, ചെറുതായിരിക്കണം. അതാണ് 2 മാർക്കിൻ്റെ പ്രത്യേകത. 2 മാർക്കിൻ്റെ ഉത്തരങ്ങളും 1 മാർക്കിൻ്റെ ഉത്തരങ്ങളും നമ്മൾ കൂൾ ഓഫ് ടൈമിൽ തന്നെ മാക്സിമം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ എന്ത് ചെയ്യാം, എക്സാം എഴുതാം. പിന്നെ ഞാൻ എഴുതിയിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 1 വേർഡ് ഉത്തരം എഴുതി, അതിനുശേഷം 2 മാർക്കിൻ്റെ ഉത്തരം എഴുതി. അതിനുശേഷം ഞാൻ ചെയ്തത് 6 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഞാൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തത്. അങ്ങനെ വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 6 മാർക്കിൻ്റെ അവസാനം എഴുതാൻ ചിലവർക്കൊന്നും സമയം കിട്ടാറില്ല, എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പം ഞാൻ യൂസ് ചെയ്തിരുന്നതാണ് ഈ ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. ആദ്യം 6 മാർക്കിൻ്റെ ഉത്തരം എഴുതി 2 എണ്ണം, എന്നിട്ടാണ് ഞാൻ 4 മാർക്കിൻ്റെ 5 ചോദ്യങ്ങൾ ഉത്തരം എഴുതിയത്. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റി. അങ്ങനെയൊക്കെയാണ് ഞാൻ മലയാളത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന്. കഥാപാത്ര നിരൂപണം എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു പാരഗ്രാഫ് എഴുതുക. ആ പാരഗ്രാഫിൽ ഏതാണ് കഥ, ആ കഥ ആരെഴുതിയതാണ്, അതുപോലെ തന്നെ ഇതിലെ പ്രധാന കഥാപാത്രമാണ്, ആരുടെയാണോ കഥാപാത്രം എഴുതേണ്ടത് അവരുടെ പേരെഴുതുക.
അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല പോയിന്റ്സും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, കഥ എഴുതിയ ആളെ കുറിച്ചിട്ടുള്ളതോ. ചെയ്യേണ്ടത് അടുത്ത പാരഗ്രാഫ് തൊട്ടിട്ട് കഥാപാത്രത്തിനെ കുറിച്ചിട്ട് എഴുതി വരിക. കഥാപാത്രത്തിൻ്റെ റോൾ എന്താണ്, കഥാപാത്രത്തിന് എത്രത്തോളം ഈ കഥയിൽ പ്രസക്തി ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ എക്സാമിനെ ടാക്കിൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അണ്ടിൽ ദെൻ ബൈ.